വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 സെറ്റിംഗ്സ് നമ്പർ വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ എഫേർട്ടിന്റെ ഒരു റിസൾട്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു വിഷയം, നമ്മൾ മിക്ക ആൾക്കാരും നല്ല നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ പല ക്രിയേറ്റേഴ്സും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന, നമ്മളെടുക്കുന്ന ആ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് അത്ര വ്യൂസോ യൂട്യൂബ് റെക്കമെൻഡേഷനോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനും ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടെ ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യം വ്യൂസ് ആണ്. നമ്മുടെ ചാനൽ റീച്ച് ആക്കണം, യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ 1-2 സെറ്റിംഗ്സ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം എൻ്റെ ഈ വീഡിയോയിലൂടെ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയെന്നും നിങ്ങളുടെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്ത് എടുക്കാമെന്നും പിന്നെ ലൈവ് സ്ട്രീമിനെ കുറിച്ചും കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം, അത് എങ്ങനെ മാറ്റാം, അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി കണ്ട് എന്നെയും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോയുടെ സ്ക്രീനിലോട്ട് പോവാം. ഈ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമാണ് നമ്മുടെ YT സ്റ്റുഡിയോ. അത് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തെടുക്കാത്ത ആൾക്കാർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സെറ്റിംഗ്സ് എനേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ച് എന്ന് കാണിക്കുന്നിടത്ത് ytstudio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വരും. ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായി കാണുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റ് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ താഴെയായിട്ട് കൺട്രി റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രി ഇതുവരെ സെലക്ട് ചെയ്ത് കൊടുക്കാത്ത ആൾക്കാർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കൺട്രി ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് കീവേഡ്സ് എന്ന് പറയുന്ന ഒരു കോളം കാണാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ്. ഇവിടെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചാനൽ ഒരു കുക്കിംഗ് ചാനൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീവേഡ്സ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ വില്ലേജ് ഫുഡ്, റെസിപ്പീസ്, അങ്ങനെ 1-2 കീവേഡ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന്റെ പേര് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുറുമ്പീസ് വേൾഡ് എന്ന് ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ കീവേഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മിനിമം 500 ലെറ്റർ വരെയുള്ള വേർഡ്സ് നമുക്കിവിടെ കീവേഡ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് മാത്രമേ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുള്ളൂ. ഇനി ഇവിടെ സൈഡിലായിട്ട് കാണുന്ന ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവാം. അവിടെ താഴെയായിട്ട് കാണുന്ന 3 കോളം, അത് നിങ്ങൾ എനേബിൾഡ് ആക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ആക്കി കൊടുക്കുക, സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ചെയ്യേണ്ട എല്ലാ സെറ്റിംഗ്സും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സെറ്റിംഗ്സും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ ബാക്ക് പോവുക. ഈ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ youtube.com വെരിഫൈ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഫോൺ നമ്പർ വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് സെറ്റിംഗ്സ് ഒന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡീറ്റെയിൽസ് ആണോ കൊടുക്കാത്തത്, ഇല്ല നമ്മുടെ ഫോൺ നമ്പർ ആണെങ്കിൽ അത് കൊടുത്ത് നമ്മുടെ സേവ് ചെയ്യുക. ഇത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ് ആണ്. ഞാനിന്ന് പറഞ്ഞു തന്ന ഈ സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ഈ സെറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആൾക്കാർ അതൊക്കെ സെറ്റിംഗ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.